ഹലോ ഗായ്സ്, ഇന്ന് ഞാൻ ചേച്ചിയും കൂടി ഷോപ്പിങ്ങിന് പോക്കാന്നേ. രാവിലെ തന്നെ ഷോപ്പിങ്ങിന് പോകണമെന്ന് വിചാരിച്ചാണ്. നമ്മൾ എണീക്കാൻ തന്നെ ലേറ്റ് ആയതുകൊണ്ട് പോകുന്നതും കുറച്ച് ലേറ്റായിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ കമ്മലിട്ടപ്പോൾ കമ്മൽ ചേരുന്നില്ല എന്നാണ് ചേച്ചി പറഞ്ഞത്. അപ്പം ഞാൻ എന്ത് ചെയ്തു, ആ കമ്മലൊന്ന് മാറ്റിക്കളയാമെന്ന് വിചാരിച്ചു. എന്നിട്ട് വേറെ കമ്മലെടുത്തിട്ട് നോക്കി. അപ്പോൾ അത് ഏകദേശം ഓക്കെ ആയിരുന്നു. അപ്പോൾ റെഡി ആകുമ്പോൾ നമുക്ക് കുറച്ച് ഡാൻസെല്ലാം കളിക്കണം, അത് നിർബന്ധമാണ്. അങ്ങനെ നമ്മൾ സുന്ദരിയാക്കാൻ പോവുകയാണ് ഗായ്സ്. ഐലൈനർ ക്യാമറയിൽ നോക്കിയിട്ട് ഇടാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ കണ്ണാടിയിൽ തന്നെ നോക്കിയിട്ട് ഇടാൻ നോക്കലാണ്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന ഓഫാക്കാൻ പറ്റുപോയി. ജസ്റ്റ് നമുക്കൊന്ന് കണ്ണെല്ലൊന്ന് വരഞ്ഞു കൊടുക്കാം. ഒരു പൊട്ടും കൂടി തൊടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു പൊട്ടിൻ്റെ കൂടെ ഒരു പൊട്ടും കൂടി. ഇതെങ്ങനെ വന്ന് ഞാൻ ഇങ്ങനെ ഡൗട്ട് അടിക്കില്ലായിരുന്നു. അങ്ങനെ അതൊന്ന് സെറ്റാക്കി പൊട്ട് വെച്ചു. പിന്നെ എൻ്റെ പട്ടിഷോ ആമിനി തട്ടിയിട്ട് പകുതി ഒരു അമ്മ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനും ചേച്ചിയും ബസ്സിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യലായിരുന്നു. പിന്നെ നമുക്ക് മനസ്സിലായത് ബസ്സില്ലാന്ന്. അപ്പോൾ നമ്മൾ വിചാരിച്ചു എന്നാൽ പിന്നെ മെല്ലെ നടന്ന് കളയാന്ന്. എന്തായാലും ലേറ്റ് ആയിനി, എന്തെങ്കിലും ഓട്ടോ അങ്ങനെയൊന്നും കിട്ടുകയെന്ന് വെച്ച് നമ്മൾ നടന്നു. ബസ് കയറിയപാട് തന്നെ ആമി ഉറങ്ങിയേനും. നമ്മൾ അവിടെ എത്തുമ്പോൾ തന്നെ ഫുഡ് കഴിക്കുന്ന സമയമായതുകൊണ്ട് നമ്മൾ നേരെ ഹോട്ടലിലേക്കാണ് പോയത്. നല്ല അടിപൊളി ഹോട്ടലേനും. പക്ഷേ ഫുഡ് വരാൻ കുറച്ചധികം താമസിച്ചിന്. എന്നാൽ പിന്നെ ഞാൻ വിചാരിച്ചു ആ സമയം കൊണ്ട് 2-3 വീഡിയോസും കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ച്. അങ്ങനെ ആമീൻ്റെ വീഡിയോസ് എല്ലാം എടുത്ത് ആ സമയം നോക്കിയിട്ട് ഫുഡും വന്ന്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഫുഡ്. വിശന്നും ഉണ്ടാകുന്ന അറിയില്ല, ഫുള്ള് കഴിച്ചിട്ടുണ്ടായിരുന്നു. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അങ്ങനെ അവിടെ നമ്മൾ നേരെ ഇറങ്ങി. നമ്മൾ നേരെ പോയത് വന്നിട്ട് സ്റ്റൈൽ യൂണിയിലേക്കാണ്. അത്ര വലിയ തിരക്കൊന്നും ഉണ്ടായില്ല. സാധാരണ ഈ സമയത്തിൽ ഇവിടെ നല്ല തിരക്കുണ്ടാകുന്നതാണ്. പക്ഷെ ഇന്ന് എന്തോ ഭാഗ്യത്തിന് തിരക്കുണ്ടായില്ല. ഇവിടെ നല്ല കളക്ഷൻ ഉണ്ട്. കുറേ നല്ല ടോപ്പും കുറേ എനിക്കിഷ്ടപ്പെട്ട കുറേ ഡ്രസ്സ് ഉണ്ടായിരുന്നു. ഏത് എടുക്കണ്ടെന്ന് അറിയാണ്ട് ഞാൻ ഇങ്ങനെ കളിക്കലേനും. ചേച്ചിക്കുള്ള ഡ്രസ്സ് വരുത്തുമ്പോൾ ആമിക്കുള്ള ഡ്രസ്സ് വരുതലേനും. ഭയങ്കര കോമഡിയേനും. അങ്ങനെ നമുക്ക് 3 കുറച്ച് ഡ്രസ്സ് എടുത്തിട്ട് നമ്മൾ ബില്ല് ചെയ്യാൻ പോയി. ബില്ല് ചെയ്യുമ്പോൾ അവിടെ എന്തോ പേരും ഇമെയിൽ ഐ ഡിയെല്ലാം ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അതൊക്കെ ചെയ്ത് ബില്ല് ചെയ്ത് നമ്മൾ നേരെ പോയത് പിന്നെ സുഡിയോ ഇതിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെ ആയതുകൊണ്ട് സുഡിയോയിലും കയറാമെന്ന് വിചാരിച്ച്. അവിടെ നിന്ന് കുറേ ആമിക്ക് വേണ്ടുന്ന ഡ്രസ്സാണ് കൂടുതൽ നോക്കിയത്. ഡ്രസ്സ് തെച്ച് എൻ്റെ കൈ മുത്തുന്നിട്ട് ഏച്ചി എടിയെ പോയി. ഞാനെന്നാൽ കുപ്പിയിൽ നിന്ന് പൂതാ. ആമീൻ്റെ ഡ്രസ്സെല്ലാം ഒന്ന് ഇട്ട് നോക്കാൻ വേണ്ടിയിട്ട് ട്രയൽ റൂമിലേക്ക് ഏച്ചിയും ആമിയും കൂടി പോയി. പിന്നെ ഇത് പിടിച്ച് വെക്കലായി എൻ്റെ ജോലി. അങ്ങനെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ നാട് പിടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ബസ് കയറിയിരുന്നു. ചേച്ചി നേരെ ഏട്ടൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. ഞാൻ വീട്ടിലേക്കും പോയി. അങ്ങനെ ഞാൻ ലേറ്റ് ആയതുകൊണ്ട് ഓട്ടോ പിടിച്ച് നേരെ നാട് പിടിക്കാമെന്ന് വിചാരിച്ച്. ഏകദേശം 6:40 ആയിനി, നല്ല ഇരുടലായിനി. അങ്ങനെ ഓട്ടോയിൽ കയറി ഞാൻ പോവുകയാണ് ഗൈസ്. അവിടെ എത്തുമ്പോഴേക്കും എൻ്റെ പൂച്ചക്കുട്ടികൾ എന്നെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. മീൻ വാങ്ങുമെന്ന് വെച്ചിട്ടാണ്, വേറെ എന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല. അപ്പോൾ ഇത്രയുള്ളൂ. ടാറ്റാ.